നമ്മൾ ചെയ്യുന്ന ഡൈനോക്കോറൻ അനിമേഷൻ മൂവിയാണ്. കഴിഞ്ഞ 2 എപ്പിസോഡുകൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വരിക, എന്നാലുള്ളൂ ഈ എപ്പിസോഡ് മനസ്സിലാവുക. റോബോട്ടുകളുടെ ലോകം, ഡൈനോ പ്ലാനറ്റ്, അതൊക്കെ വിശുദ്ധമായി നുണയില്ലാതെ പറഞ്ഞു തരുന്ന ഈ എക്സ്പ്ലെയിനർ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എന്നാൽ കഥയിലോട്ട് കിടക്കാം. വെൽക്കം ബാക്ക്. ആദ്യം കാണിക്കുന്നത് ഡൈനോ പ്ലാനറ്റൊന്നുമില്ല, നമ്മുടെ ഡ്രഗ്സിൻ്റെ സിറ്റിയാണ്. ഡ്രഗ്സിൻ്റെ സിറ്റി ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ എമിലിയുടെ പപ്പ അവിടെ സ്പേസ്ഷിപ്പ് അവിടെ കൊണ്ടുപോയിട്ടു. അപ്പോൾ എമിലി താങ്ക് യു എന്ന് പറഞ്ഞു. ആ സീക്രട്ട് പാസേജ് ഒരു സ്പേസ്ഷിപ്പായിരുന്നു. അപ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞു. അപ്പോൾ റെക്സ് വന്നിട്ട് പിസ്സ ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിസ്സ ഡെലിവറി ചെയ്യാൻ പോവാണ്. പിസ്സ ഡെലിവറി ചെയ്യുന്നപ്പോൾ ഡൈനോക്കോർ മൂന്നെണ്ണം അവൻ്റെ പിന്നാലെ ഷീൽഡൊക്കെ ഇട്ട് കൊടുത്ത് വേഗം ട്രെയിൻ ചെയ്യാൻ പോയപ്പോൾ അവരെ മേലക്ക് നിർത്തി എങ്ങനെ റോബോട്ടാക്കാമെന്ന് ആലോചനയിൽ നിൽക്കുകയാണ് റെക്സ്. അപ്പോൾ റെക്സ് ഒന്ന് മാറി നിൽക്കൂ, എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നു എന്ന് പറഞ്ഞ് ടൈഗർ. അപ്പോൾ ടെറാനോ പറഞ്ഞു, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞു. ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തിൽ നിൽക്കുമ്പോൾ റെക്സ് നേരെ ടൈഗറിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ എടുത്ത് കയറി. അപ്പോൾ ടൈഗർ ഒറ്റ സ്പീഡിലൂടെ, അപ്പോൾ എല്ലാവരും താഴെ വീണു. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ കാട്ടിയത് എന്ന് പറഞ്ഞ് സങ്കടം സഹിക്കാൻ പറ്റാത്ത ടൈഗർ ഒരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ടെറാനോ പറഞ്ഞു, നീ നേരെ ടൈഗറിൻ്റെ ഒപ്പം മതി ഈഗിളെക്സ് ഇവിടെ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് എമിലിയെ കാണിക്കുകയാണ്. എമിലിയെ ജോൺ പേടിപ്പിച്ചു. അപ്പോൾ എന്തിനെ പേടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആർപ്പിടാൻ തുടങ്ങി എമിലി. അപ്പോൾ റെക്സ് എവിടെ എന്ന് ചോദിച്ചു ജോൺ. ഒരു പുതിയ അപ്ഡേറ്റ് കാണിക്കാൻ വന്നതാണ്. ഈ ഡൈനോ കാർഡ് ഭയങ്കര അമൂല്യമാണ് എന്ന് പറഞ്ഞ് ഇതൊക്കെ പറയാണ്. അപ്പോൾ ഈഗ്ലെക്സ് ടൈഗറിനെ അന്വേഷിച്ച് യുദ്ധം നടക്കുന്ന സ്ഥലത്തോട്ട് പോയി. അപ്പോൾ അവൻ സ്വന്തമായിട്ട് ട്രെയിൻ ചെയ്തോളാം, റെക്സിൻ്റെ ഒരു ട്രെയിനിങ്ങും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ എന്ന് പറഞ്ഞു റെക്സ് ഭയങ്കര ജോണിനെ അപ്പോൾ കാണിക്കുന്നു. ജോൺ റെക്സിനെ തെരഞ്ഞു പോകുമ്പോൾ ടെറാനോൻ്റെ മൂഡ് കണ്ടോടെ അവിടോട്ട് പോയപ്പോൾ റെക്സ് അതിൻ്റെ വായിൽ കൂടി നിൽക്കാമെന്ന് കരുതി പലവിധം പുറത്തെടുക്കാൻ നോക്കി, ഒറ്റ വലിക്കൽ. അപ്പോൾ നേരെ ഡസ്റ്റ്ബിന്നിൻ്റെ അടുത്ത് പോയി ഇരുന്നു. അപ്പോൾ ഞാനിതിനെ റിസർച്ച് ചെയ്യായിരുന്നു, ഡൈനോക്കോർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ജോൺ പറഞ്ഞു, ഇത് എൻ്റെ അടുത്തൊരു പുതിയ അപ്ഡേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഡൈനോ ടാബത്തെ നെറ്റല്ല ചാർജ് തീർന്നു. അപ്പോൾ പറഞ്ഞു ടെറാനോ, നീ വരെ സ്പേസ്ഷിപ്പിലേക്ക് അവിടെ ചാർജ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം അങ്ങോട്ട് പോയി. അപ്പോൾ ഇത് ഇനി കാണിക്കുന്ന ഡാർക്ക്നെസ്സിനെയാണ്. ഡാർക്ക്നെസ് എന്തോ ചെയ്യുന്നുണ്ട്. ഡാർക്ക്നെസ് ഒരു കാർഡ് എടുത്ത് പോർട്ടലിലേക്ക് ഇടുകയാണ്. പോർട്ടലിലേക്ക് ഇടുമ്പോൾ പുതിയൊരു ഡൈനോ കാപ്സ്യൂൾ പ്രത്യക്ഷപ്പെടുകയാണ്. വേഗം അവിടോട്ട് പോയി. അപ്പോൾ ഇനി കാണിക്കുന്നത് ജോണിനെയാണ്. ജോൺ ഇങ്ങനെ പേടിപ്പിച്ച് ഈഗിളെക്സ് വന്ന്
നീ എങ്ങനെയാണ് റെക്സിനെ കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ റെക്സിനെ ഞാനൊരു ഫ്രണ്ടിനെ പോലെയാണ് കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ടെന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ ഫ്രണ്ടെന്ന് വെച്ചാൽ സ്നേഹിച്ചവർക്ക് വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ള ധൈര്യം, അതൊക്കെയാണ് ഫ്രണ്ടിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ടായിട്ടാണ് എന്നെ റെക്സ് കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈഗിളക്സ് പറഞ്ഞു ആ എന്ന് പറഞ്ഞു. എന്നൊരു പെറ്റിനെ പോലെയാണോ കാണുന്നത്? ഞങ്ങളെ പട്ടി പോലെ ട്രെയിൻ ചെയ്യിപ്പിച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ട്രെയിനിങ് തന്നാലുള്ളൂ ആ യുദ്ധത്തിൽ നിങ്ങൾ ജയിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ചാർജ് ആയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ടാബ് എടുക്കുകയാണ് ഡൈനോ ലാപ്പ്. അപ്പോൾ വേഗം ആ യുദ്ധം നടക്കുന്ന സ്ഥലത്തോട്ട് ചെന്ന് ഇപ്പോൾ ഡൈനോ ക്യാപ്സ്യൂൾ ജോൺ കാണുകയാണ്. അപ്പോൾ ജോൺ അതിശയത്തോടെ നോക്കുകയാണ്. അപ്പോൾ ഈഗിളക്സ് ഒന്നും പേടിക്കണ്ട, ഞാൻ നിൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് മുമ്പിൽ ചെന്ന് നിൽക്കാൻ. അപ്പോൾ ഈഗിളക്സ് കുറേ അടി കിട്ടുന്നുണ്ടെങ്കിലും ഞാൻ നിൻ്റെ ഫ്രണ്ട്, നീ എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് കുറേ പ്രതികരിക്കാൻ നോക്കും. അപ്പോഴാണ് ടൈഗർ വന്നിട്ട് ടൈഗറും അതിൻ്റെ റെക്സിൻ്റെ ഒന്നും സഹായം വേണ്ട, എനിക്ക് സെൽഫ് ഡിഫ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞ് വേഗം അതിനെ ആക്രമിക്കാൻ പോകുന്നു. ഒറ്റ തട്ട് നേരെ ചുമലിലോട്ട് ഒട്ടിപ്പിടിച്ചു. ഇനി എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞ് ഈഗിളക്സും ജോണും നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ റിസർച്ച് അടിച്ചു നോക്കുമ്പോൾ ടാബിൽ കാണുന്നത് ഇത് ഭയങ്കര ഇതാണ്, ഭയങ്കര പവർഫുള്ളാണെന്നൊക്കെ അറിഞ്ഞ് അവൻ ഈഗിളക്സ് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എമിലി ഇത് സ്പേസ്ഷിപ്പിൽ കാണുകയാണ്. സ്പേസ്ഷിപ്പ് നേരാക്കിയിരുന്നു. അപ്പോൾ റെക്സിനോട് വിളിച്ച് പറയാണ്. അപ്പോൾ റെക്സ് നേരെ പോവുകയാണ്. ഈഗിളക്സ് കുറേ ജോണിനെ സംരക്ഷിക്കാൻ നോക്കുന്നുണ്ട്, പറ്റുന്നില്ല ജോണിനെ സംരക്ഷിക്കാൻ ഈഗിളക്സിന്. ഈഗിളക്സ് പരമാവധി ടോട്ടൽ ശതമാനം പവർ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് വരുമ്പോഴത്തേന് റെക്സിൻ്റെ ടെറാനോ റോബോട്ട് ഒറ്റ അതിനെ അടിച്ച് തെറിപ്പിച്ചിട്ടാണ് എന്ന് പറഞ്ഞ് റെക്സ് സന്തോഷിക്കുകയാണ്. നിനക്ക് മന്താണ് നീ ലേറ്റായിട്ടാണ് വന്നത്, ഇത് ഭയങ്കര ഡേഞ്ചറാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് നീറ്റ് വെച്ചാണ് എന്താണ് ഇനി ചെയ്യുക എന്ന് ഒരു പിടുത്തവുമില്ലാതെ ഇരിക്കുമ്പോഴാണ് ജോൺ ലാപ്പ് റോബോട്ടുമായി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ പറയാണ് നിനക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നത്രത്തോളം പവർ യൂസ് ചെയ്യുക, ഇതിനെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇനി കുറേ റോബോട്ടുകളെ തോൽപ്പിക്കാനുള്ളതാണ് എന്ന് പറയാണ്. അപ്പോൾ ടെറാന പറഞ്ഞു കൊടുക്കുകയാണ് മറ്റേ റോബോട്ടിൻ്റെ തോൽപ്പിച്ച ടൈനോ കാർഡ് എവിടെയാണെന്ന് പറഞ്ഞു. ടൈനോ കാർഡോ ഇത് അതെന്താ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ഭയങ്കര അമൂല്യപ്പെട്ട ഡൈനോ കാർഡാണ്, നീ അത് കൊണ്ടുപോയി കളഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജോൺ പേടിച്ച് നിൽക്കുമ്പോൾ ഈഗിളക്സ് ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് അതിനെ തകർക്കാൻ റെക്സിൻ്റെ ഒപ്പം കൂടെ നിൽക്കുകയാണ്. റെക്സിൻ്റെ ഒപ്പം കൂടെ നിൽക്കുമ്പോൾ ലാപ്പിൽ നോക്കുമ്പോൾ ഈഗിളക്സിനാണ് പവർ അടിച്ച് കയറുന്നത്. അപ്പോൾ ഒറ്റ ആ ഈഗിളക്സിൻ്റെ കാർഡ് റെക്സിനെ കിട്ടുകയാണ്. അപ്പോൾ റെക്സ് നേരെ ഡൈനോ വാച്ചിലോട്ട് ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ വേഗം ഡൈനോ ഫാഷനല്ല ഡൈനോ
ടറാണോ ഈഗിളെക്സ് ലെവൽ 3 എന്ന് നല്ല ഒച്ചത്തോടെ പവർ ഉണ്ടാക്കി ഒറ്റ ഒരു നിപ്പാണ്. ആ നിപ്പ് കാണുമ്പോൾ ടറാനോൻ്റെ അടുത്ത് ജോൺ പറയാൻ ഭയങ്കര പവർഫുള്ളാണ് ഈഗിളെക്സ് എന്ന് പറയാം. അപ്പോൾ റെക്സ് സന്തോഷിച്ച് അപ്പോൾ തോൽപ്പിച്ച ഒരു കാർഡെടുത്ത് ഇടുകയാണ്. ഒരു ആയുധമായി ഒരു ഷീൽഡായി വന്ന് റെക്സിനെ സംരക്ഷിക്കാൻ ആ കാർഡ് ഉപകാരപ്രദമാവുകയാണ്. അപ്പോൾ അതിൻ്റെ പവർ എടുത്ത് മറ്റേക്ക് വിടുക എന്നാണ് ഇതിൻ്റെ പവർ. റിഫ്ലക്റ്റ് ഷീൽഡ് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര്. അങ്ങനെ അതിനെ തോൽപ്പിച്ച് ഡൈനോ കാർഡ് കിട്ടുകയാണ് റെക്സിന്. സന്തോഷിച്ച് എമിലി അത് സ്പേസ്ഷിപ്പിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടൈഗർ നീറ്റ് വന്ന് അല്ല ഞാൻ നിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുന്ന സമയം കൊണ്ട് ഈ കഥ തീരുകയാണ്. എന്നാൽ അടുത്ത എപ്പിസോഡുമായി പിന്നെയും ഒരു വർഷം കാണാം. എന്നാൽ ഞങ്ങൾ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരിക്കണ നേരം ആരോ കാണുന്നുണ്ട്. ഡാർക്ക്നെസ് ഈസ് വെരി വെരി ഡേഞ്ചർ ഈസ് വെരി വെരി ഡേഞ്ചർ അങ്ങനെയൊക്കെ 3-ാം സീസൺ വരും എന്ന് പറഞ്ഞ് ഈ കഥ അവസാനിക്കുകയാണ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി പിന്നെയും കാണാം. വെൽക്കം ബാക്ക്.